ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ കോടതി വിധി തന്നെയാണ് കേരളവും കോഴിക്കോടും വരുന്ന തെരഞ്ഞെടുപ്പിലും ചർച്ചയാക്കാൻ പോകുന്നത്. വടകരയിൽ ഇക്കുറിയും കൊലപാതക രാഷ്ട്രീയം സജീവ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ജീവിച്ചിരിക്കുന്ന ചന്ദ്രശേഖരനേക്കാൾ ശക്തനാണ് മരിച്ച ചന്ദ്രശേഖരൻ എന്ന പ്രസ്താവനയിലൂടെ കെ മുരളീധരൻ ഇക്കാര്യം വീണ്ടും വ്യക്തമാക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ടി.പി. കേസിൽ വന്ന ഹൈക്കോടതി വിധിയും കോൺഗ്രസിന് അനുകൂലമാണ്. എന്നാൽ കെ ശൈലജയുടെ പ്രതിച്ഛായ കൊണ്ട് UDF പ്രചാരണം തടയാമെന്ന പ്രതീക്ഷയിലാണ് LDF. ഈ വരുന്ന മെയ് മാസത്തിൽ ടി.പി. ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വത്തിന് 12 വർഷം തികയുകയാണ്. അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും എന്ന പോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിഷയം സജീവ ചർച്ചയാക്കുകയാണ് കോൺഗ്രസ്. ടി.പി. വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഉയർത്തിക്കൊണ്ട് ഹൈക്കോടതി വിധി വന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയായത് അനുകൂല ഘടകമാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. ഹൈക്കോടതി വിധിയൊക്കെ സൂചിപ്പിക്കുന്നത് ജീവിച്ചിരുന്ന ചന്ദ്രശേഖരനേക്കാൾ ശക്തനാണ് മരണപ്പെട്ട ചന്ദ്രശേഖരൻ. അത് ഈ റിസൾട്ട് വരുമ്പോൾ ഇടതുപക്ഷത്തിന് ബോധ്യമാവും. CPM-ന് കൃത്യമായ പങ്കുണ്ടെന്ന് തെളിഞ്ഞ വിധിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്നതെന്നും കൊലയാളികളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് തെളിഞ്ഞതായും VD സതീശനും പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ CPM-ന് ചന്ദ്രശേഖരൻ വധത്തിലും ഗൂഢാലോചനയിലും കൃത്യമായ പങ്കുണ്ടായിരുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രതികളിൽ ജയിലിൽ കിടക്കുന്നവരുടെ കുടുംബത്തിന് പാർട്ടി എല്ലാ മാസവും അവരുടെ കുടുംബത്തെ സഹായിക്കുന്നുണ്ട് എന്നുകൂടി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ നാടിനെ വിഷമിപ്പിച്ച ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും കോടതി വിധിയെ CPM മാനിക്കുമെന്നുമാണ് LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറുടെ നിലപാട്. ആ പേര് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങളെ തടയരുതെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ശൈലജ ടീച്ചറുടെ പ്രതിച്ഛായ കൊണ്ട് UDF പ്രചാരണം തടയാമെന്ന പ്രതീക്ഷയിലാണ് LDF. റിപ്പോർട്ടർ, കോഴിക്കോട്.